ഒരു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പ്രായം ചെന്ന് വടിയൊക്കെ കുത്തി മുടിയെല്ലാം നരച്ചു വളഞ്ഞൊരു പൂപ്പൻ. അപ്പൂപ്പന്റെ വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ട്. അപ്പൂപ്പൻ നട്ടുനനച്ച് വളർത്തിയ വലിയ പൂന്തോട്ടം. നിറയെ പൂക്കൾ, പല നിറത്തിൽ, പല വലുപ്പത്തിൽ, പല മണത്തിൽ. എന്ത് രസമാണെന്നോ അപ്പൂപ്പന്റെ പൂന്തോട്ടം. രാവിലെ എഴുന്നേറ്റാൽ അപ്പൂപ്പൻ പൂന്തോട്ടത്തിൽ എത്തും. ഓരോ പൂവിനെയും തൊട്ടും തലോടിയും കിന്നാരം പറഞ്ഞും അപ്പൂപ്പൻ അങ്ങനെ നടക്കും. എല്ലാവരും അപ്പൂപ്പന്റെ പൂന്തോട്ടം കാണാൻ വരും. അവരെയൊക്കെ അപ്പൂപ്പൻ തന്റെ പൂന്തോട്ടത്തിലേക്ക് സ്വീകരിച്ച് പൂക്കളെപ്പറ്റിയും പൂന്തോട്ടത്തെപ്പറ്റിയും വാ തോരാതെ പറയും. അങ്ങനെ ഒരു ദിവസം അവറാച്ചൻ എന്ന ആൾ അപ്പൂപ്പന്റെ പൂന്തോട്ടം കാണാൻ വന്നു. അവറാച്ചനും അപ്പൂപ്പന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടമായി. പൂക്കളെക്കുറിച്ച് അവർ ഏറെ നേരം സംസാരിച്ചു. കൂട്ടത്തിൽ അവറാച്ചൻ പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിലില്ലാത്ത ഒരു പൂവ് എന്റെ തോട്ടത്തിലുണ്ട്. അപ്പൂപ്പന് സങ്കടമായി. അങ്ങനൊരു പൂവുണ്ടോ? അപ്പൂപ്പൻ ചോദിച്ചു. ഉണ്ടല്ലോ, കാണണമെങ്കിൽ വന്നു നോക്കൂ. എന്നാൽ കണ്ടിട്ട് തന്നെ കാര്യം. അപ്പൂപ്പൻ അപ്പോൾ തന്നെ വടിയുമെടുത്ത് ഒരൊറ്റ നടത്തം. അപ്പൂപ്പനും അവറാച്ചനും അവറാച്ചന്റെ തോട്ടത്തിലെത്തി. എവിടെ ആ പൂക്കൾ? അപ്പൂപ്പൻ ചോദിച്ചു. വാ, കാണിച്ചു തരാം, അവറാച്ചൻ പറഞ്ഞു. അപ്പൂപ്പൻ ആ പൂവ് കണ്ട് അതിശയിച്ചു പോയി. എന്തു നിറം, എന്തു ഭംഗി, എത്ര തരം! അപ്പൂപ്പന് വലിയ ഇഷ്ടമായി. എന്താ ഇതിന്റെ പേര്? അപ്പൂപ്പൻ ചോദിച്ചു. ഡാലിയ, അവറാച്ചൻ പറഞ്ഞു. എനിക്ക് തരാമോ ഒന്ന്? അപ്പൂപ്പൻ ചോദിച്ചു. അതിനെന്താ അപ്പൂപ്പൻ, ഞാൻ തരും എന്ന് അവറാച്ചൻ പറഞ്ഞു. അപ്പൂപ്പൻ നല്ല പൂന്തോട്ടമുള്ള ആളാണല്ലോ, പൂക്കളെയും ഇഷ്ടമാണല്ലോ. ഡാലിയും അപ്പൂപ്പൻ നന്നായി ഉണ്ടാക്കും എന്നറിയാം. അവറാച്ചൻ ഡാലിയ ചെടിയുടെ എല്ലാ കവറുകളിലും നിന്ന് ഓരോ തൈ അപ്പൂപ്പൻ കൊടുത്തു. അപ്പൂപ്പൻ സന്തോഷമായി. അപ്പൂപ്പൻ ആ ചെടികളെയും കൊണ്ട് തന്റെ പൂന്തോട്ടത്തിലേക്ക് പോയി.